എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റെയർസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീട്ടിൽ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും മിക്കവാറും തന്നെ വൃത്തികേടാവുന്ന ഒരു സ്ഥലവും കൂടിയാണ് കൗണ്ടർ ടോപ്പ്. കാരണം നമ്മൾ എന്നും അടുക്കളയിൽ പാചകം ചെയ്യാറുണ്ട്. പാചകം ചെയ്യുമ്പോൾ സാധനങ്ങളൊക്കെ എടുക്കും, അത് ചിലപ്പോൾ അവിടെയൊക്കെ വീഴാറുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അരിയുമ്പോൾ പച്ചക്കറിയുടെ വേസ്റ്റ് അങ്ങനെയൊക്കെ വീണ് മൊത്തം കൗണ്ടർ ടോപ്പ് അഴുക്കാവാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും തന്നെ ക്ലീൻ ചെയ്യുന്ന ഈ സ്ഥലമാണെങ്കിൽ പോലും അത് വൃത്തികേടാവാറുമുണ്ട്. അപ്പം നമുക്കിന്ന് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ നോക്കാം. വളരെ എളുപ്പത്തിൽ ഇതുപയോഗിച്ച് നമുക്ക് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ട ഒരു സൊല്യൂഷനാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ സാധാരണ വൈറ്റ് വിനാഗിരി അല്ലെങ്കിൽ സിന്തറ്റിക് വിനാഗിരി എന്ന് പറയുന്ന ഈ വിനാഗിരി വേണം നമ്മൾ എടുക്കാനായിട്ട്, അല്ലാതെ നാച്ചുറൽ വിനാഗിരി എടുക്കരുത്. ഇനി നമുക്ക് ഈ വിനാഗിരി നമ്മുടെ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ മാക്സിമം, അത്രയും മാത്രം നമുക്ക് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ആവശ്യം വരുള്ളൂ. ഇത് നമുക്ക് കുറച്ചധികം നാളത്തേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ 1 ടേബിൾ സ്പൂണേ ഒരു കപ്പ് വെള്ളത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ വിനാഗിരി ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ഡിഷ് വാഷാണ്. അപ്പോൾ ഡിഷ് വാഷ് ഒരു 5-6 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, വളരെ കുറച്ച് അളവിൽ മാത്രം മതി. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ടൈലുകളൊക്കെ ആണെങ്കിൽ നമ്മൾ വിനാഗിരിയുടെ അളവ് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ ഗ്രാനൈറ്റും മാർബിളും പോലുള്ള നാച്ചുറൽ സ്റ്റോൺസൊക്കെ ആണെങ്കിൽ വിനാഗിരി വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാത്രി പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ സൊല്യൂഷൻ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നല്ലപോലെ വൃത്തിയായി കിട്ടും. അപ്പം നിങ്ങൾ വീട്ടിൽ ഈ സൊല്യൂഷൻ തയ്യാറാക്കുമ്പോൾ വിനാഗിരിയുടെ അളവിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് എടുക്കരുത്, വളരെ കുറച്ച് മാത്രം എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.